Hello guys, good morning. Welcome to my തിരുവോണം vlog. പൂക്കൾ കണ്ടില്ലെങ്കിൽ എന്ത് തിരുവോണം അല്ലേ? വീട്ടിൽ ഓണമില്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കീർത്തനിയും ദേവൂട്ട പൂക്കളം കാണാൻ പോയി. ഇത് ഭംഗി അറിയോ കാണാൻ? അവർ വീട്ടിൽ തന്നെയുള്ള മഞ്ഞച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പശുസാറിനെയും വ്ളോഗ് കയറ്റി ഞാൻ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കലാണ്. വീക്കെൻഡ് ദിവസത്തിൽ കാപ്പി കുടിച്ചാലേ എൻ്റെ ഡേ സ്റ്റാർട്ടാവും. പിന്നെ ആസ് യൂഷ്വൽ ക്ലീനിങ് പരിപാടി. മേലെ ക്ലീൻ ചെയ്തു. ഈ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ക്ലീനിങ് അങ്ങ് സെറ്റ് ആവില്ല. പിന്നെ നമ്മുടെ കൃഷ്ണനെയും കാണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ദോശ, സാമ്പാർ, ചമ്മന്തി. ആഹാ. താഴത്തെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ എനർജി കൂട്ടാൻ ഒരു ലേസ് മുഖ്യം. അങ്ങനത്തെ താഴത്തെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു ഉഷാറുമില്ല. അല്ലേ, ഓണം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ജഗ പുകയാണ്. ഡ്രസ്സ് ഇടലും, ഫോട്ടോ ഇടലും, സ്റ്റാറ്റസ് ഇടലും, സ്റ്റോറി ഇടലും, പാട്ടും ഡാൻസും കളിയും കൗണ്ടറും ട്രോളും ഭക്ഷണവും എന്തൊക്കെയാ, ആരുമില്ല. വീട് തന്നെ ഭയങ്കര ശോകം. അച്ഛമ്മ വീട്ടിലുള്ളതുകൊണ്ട് കുറേ കാലമായിട്ട് ഓണം വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നു. കുളി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന ഭയങ്കര മുഖ്യമാണ്. നന്നായി കുളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു പീസ് ഓഫ് മൈൻഡും അവിടെയുള്ള ഭസ്മം തൊടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നേരെ പോയത് ഒരു ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ എന്നൊന്നും പറയാനില്ല. ഓണായതുകൊണ്ടാട്ടോ ഒരു ചുരിദാറൊക്കെ ഇട്ടേ, അല്ലെങ്കിൽ വല്ല ട്രൗസറും ബനിയനോ പാൻറ്റൊക്കെ ഇടുക. ഞാൻ കരുതി ഇന്നൊരു ചുരിദാറൊക്കെ ഇടാം. എന്തായാലും വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അലോവേര ജെല്ലും തേച്ച് ഒരു പൊട്ടും തൊട്ട് അതിന് ശേഷം ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടപ്പം ആഹാ, എൻ്റെ മേക്കപ്പും സെറ്റ്. ഒരു സിമ്പിൾ കൂൾ ലുക്കിലെ ഗെറ്റ് റെഡി വിത്ത് മീ എത്ര പെട്ടെന്നല്ലേ തീർന്നേ. ഓക്കെ, അപ്പോൾ മുടിയെല്ലാം കൂടെ നമ്മൾ ഈറൻ കെട്ടുക എന്ന് പറയും. എന്ന് വെച്ചാൽ കുറച്ചെടുത്ത് കെട്ടിയപ്പോഴേക്കും ഒരു ശാലീനെ കുലീനെ തോന്നിയോ നിങ്ങൾക്ക്? എന്നാൽ എനിക്ക് തോന്നി. പിന്നെ മണത്തിന് വേണ്ടി ഒരു ചെറിയ സ്പ്രേയും കൂടെ അടിച്ചതോടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നേരെ വാതിലൊക്കെ അടച്ച് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ബാൽക്കണിയുണ്ട്. പണ്ടൊക്കെ ബാൽക്കണിയിൽ ഇരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാൽക്കണിയിൽ ഇരിക്കൽ പോലില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഞാൻ വീണ്ടും താഴോട്ട് പോച്ചു. എന്തൊരു പീസ് ഓഫ് മൈൻഡ് അല്ലേ ഈ പച്ച കളർ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു അടിപൊളി അയൽവാസി ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ. അപ്പോൾ അവരെന്നെ വിളിക്കുന്നത് ഓണത്തിന് സ്പെഷ്യൽ തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിള്ളേർ ഓൾറെഡി അതുകൊണ്ട് വന്നു കേട്ടോ കുറച്ച്. രണ്ടാമത്തെ സെറ്റ് വാങ്ങാൻ ഞാൻ അങ്ങനെ ഓണല്ലെങ്കിലും ഇപ്രാവശ്യം നന്ദിനി ചേച്ചി തന്നതുകൊണ്ട് തന്നെ സെറ്റ് സദ്യ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ തന്നെ ഒരു ടൈം ലാപ്സ് ഇട്ടിട്ട് സദ്യയൊക്കെ വിളമ്പി. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, കാളനുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, കൊണ്ടാട്ടം, ഉപ്പേരി ഒക്കെ ഉള്ള, പിന്നെ 2 പായസവും ഉണ്ടായിരുന്നു. പഴത്തിൻ്റെ പായസവും പിന്നെ അടപ്പായസവും എല്ലാം കൂട്ടി ഞാൻ നല്ലൊരു അടിപൊളി ഫുഡും കൊടുത്തു. സദ്യ കിട്ടിയതുകൊണ്ട് ഹാപ്പി ആണെങ്കിലും ഇപ്രാവശ്യത്തെ ഓണം വളരെ ശോകമാണ്. എന്തൊക്കെ മാറ്റങ്ങളല്ലേ സംഭവിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ഓരോ സെക്കൻഡ് ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കുക. അമ്മ ഒരു ചെറിയൊരു ട്രിപ്പിന് പോയതാണ്. അച്ഛനുണ്ട്, അച്ഛൻ കഴിച്ചു, അമ്മമ്മ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ നിലത്തിരുന്ന് കഴിച്ച് പിന്നെ ഒരു ക്ഷീണാക്കുന്നൊക്കെ അതൊക്കെ ഇനി കിട്ടുമോ ആവോ അറിയില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം ശോകമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് എല്ലാം മടക്കി 2 പായസം കൂടെ കഴിച്ചപ്പോഴേക്ക് ഞാൻ സെറ്റ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല എന്താ എൻ്റെ അടുത്ത പണിയെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ. വീക്കെൻഡ് ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം മസ്റ്റാണ്. ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. ഇപ്രാവശ്യം ഉറക്കത്തിൻ്റെ കൂടെ തലവൻ സിനിമയും കണ്ടു കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്.